കർത്താവായ ദൈവത്തിൻ്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ ദൈവിക സന്ദേശങ്ങളുടെ കേൾക്കുന്ന എല്ലാവർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം അറിയിച്ചു കൊള്ളുന്നു. ഇന്നത്തെ ചിന്താവിഷയം യെശയ്യാ പ്രവചനം യഹസ്കേൽ 47 1 മുതൽ 12 വാക്യം വരെ നമ്മൾ വായിക്കുമ്പോൾ കാണുവാൻ സാധിക്കുന്നു. ഇതിൻ്റെ വിഷയം ഹല്ലേലൂയ, ആലയത്തിൽ നിന്നുള്ള നദി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കർത്താവായ ദൈവം ഈ യഹസ്കേൽ പ്രവാചകനിലൂടെ ഒരു ആത്മീക നദി പൊട്ടിപ്പുറപ്പെടുമെന്ന് ജനത്തോട് വിളിച്ചു പറയുന്നതായി കാണുവാൻ സാധിക്കുന്നു. അതിൻ്റെ ചരിത്ര പശ്ചാത്തലങ്ങൾക്ക് ഞാൻ കടന്നു പോകാൻ ആഗ്രഹിക്കുന്നില്ല. ഇവിടെ 3 വാക്യം വായിക്കുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കുന്നു, ആ പുരുഷൻ കയ്യിൽ ചരടുമായി കിഴക്കോട്ട് നടന്ന് 1000 മുഴം അളന്നു എന്ന് വെള്ളത്തിൽ കൂടി കടക്കുമാറാക്കി. വെള്ളം നരിയാണിയോളം ആയി. അവൻ പിന്നെയും 1000 മുഴം അളന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഈ പ്രവചനങ്ങൾ നമ്മൾ പഠിച്ചു നോക്കുമ്പോൾ ഇസ്രായേൽ ജനത്തിൻ്റെ ജീവിതത്തിനകത്ത് സംഭവിക്കേണ്ട കാര്യങ്ങളാണ്. നമ്മുടെ ഹൃദയമാകുന്ന ആലയത്തിനകത്ത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ഒഴുക്ക് ഈ ദിനങ്ങളിൽ നടക്കേണ്ടത് ഏറ്റവും ആവശ്യമാണ്. അതുകൊണ്ടാണ് ഈ വചനങ്ങൾ വായിക്കുമ്പോൾ കാണുവാൻ സാധിക്കുന്നുണ്ട്. മുട്ടോളമല്ല അരയോളമല്ല നീന്തിട്ട് കടപ്പാൻ വയ്യാത്ത വലിയൊരു ആത്മീക നദി ഹല്ലേലൂയ ഉണ്ട്. അതിനകത്ത് അനേക വൃക്ഷ ഫലങ്ങളുണ്ട്. ഇന്ന് ഹല്ലേലൂയ നാം ഞെരുക്കത്തിലൂടെയും കഷ്ടതയിലൂടെയും കടന്നു പോകുമ്പോൾ ഒരു ആത്മീക നദി നമ്മുടെ ജീവിതത്തിനകത്തൂടെ പൊട്ടിപ്പുറപ്പെടുകയാണെങ്കിൽ തീർച്ചയായും നമ്മുടെ ജീവിതത്തിനകത്ത് വലിയ അനുഗ്രഹങ്ങൾ ഉണ്ടാകുവാനിടയായിത്തീരും. ഹല്ലേലൂയ. ആ വചനം ഇവിടെ കാണുവാൻ സാധിക്കുന്നുണ്ട്. ഹല്ലേലൂയ. ഹല്ലേലൂയ. 5 വാക്യത്തിൽ പറയുന്നുണ്ട്, അവൻ പിന്നെയും 1000 മുഴം അളന്നു. അത് എനിക്ക് കടക്കുവാൻ വയ്യാത്ത ഒരു നദിയായി വെള്ളം പൊങ്ങി. നീന്തിയിട്ടല്ലാതെ കടപ്പാൻ വയ്യാത്ത ഒരു ആത്മീയ നദി. ഹല്ലേലൂയ. പിന്നെ 6 വാക്യത്തിൽ പറയുന്നു, അവൻ എന്നോട് മനുഷ്യപുത്ര കണ്ടുവോ എന്ന് ചോദിച്ചു. പിന്നെ അവൻ എന്നെ നദി തീരത്ത് മടക്കി ചെല്ലുവാൻ ഇടയാക്കി. ഞാൻ മടങ്ങി ചെന്നപ്പോൾ നദീ തീരത്ത് ഇക്കരയും അക്കരയും അനവധി വൃക്ഷങ്ങൾ ഉണ്ട്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഇതിനകത്ത് മൊത്തവും ആത്മീക ഫലങ്ങളുമുണ്ട്. ആ ഫലങ്ങൾ കൊണ്ട് നമ്മൾ ജീവിക്കേണ്ടതായി മാറണം. എന്നാൽ ഈ ദിനങ്ങളിൽ ആത്മീകമായ അനുഭവത്തിലൂടെ നമ്മൾ മുമ്പോട്ട് പോകുമ്പോൾ ദൈവം തീർച്ചയായും നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹങ്ങൾ പകരുവാനിടയായിത്തീരും. അതുകൊണ്ട് ഈ ദിനങ്ങളിൽ നമ്മുടെ ആലയമാകുന്ന ഹൃദയത്തിനകത്തൂടെ ദൈവത്തിൻ്റെ അഭിഷേകം പകരുവാൻ, അതുമൂലം നമ്മുടെ ജീവിതം അനുഗ്രഹിക്കപ്പെടുവാൻ, ആത്മീക കൂട്ടായ്മകൾ അനുഗ്രഹിക്കപ്പെടുവാൻ, പ്രാർത്ഥന കൂട്ടായ്മകൾ അനുഗ്രഹിക്കപ്പെടുവാൻ, ഭൗതികമായ നന്മകളിൽ ഉയർച്ച ഉണ്ടാകുവാൻ ഈ ദിനങ്ങളിൽ ദൈവത്തോട് നമ്മൾ അടുക്കുമ്പോൾ കർത്താവായ ദൈവം നമ്മളെ അനുഗ്രഹിക്കുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. അതുകൊണ്ടാണ് ഈ വചനം നമ്മളെ ഹല്ലേലൂയ ജീവിപ്പിക്കുവാൻ തക്കവണ്ണം നമ്മെ ഒരുക്കുന്നത്. ഹല്ലേലൂയ. അതുകൊണ്ട് ഈ ദിനങ്ങളിൽ ദൈവസന്നിധിയിൽ നമ്മെ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ കർത്താവായ ദൈവം നമ്മളെ അനുഗ്രഹിക്കുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. ഹല്ലേലൂയ. ഇവിടെ 10 വാക്യത്തിൽ പറയുന്നുണ്ട്, സകലവും ജീവിക്കും അതിൻ്റെ കരയിൽ. ഹല്ലേലൂയ. എൻഗതി മുതൽ എഗ്ലയും വരെയും. ഹല്ലേലൂയ. അതിൻ്റെ അകത്ത് മൊത്തവും എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഒരു വലിയൊരു ആത്മീക ഫലമുണ്ട്. ഈ 10 വാക്യം മുതൽ
ഈ 12-ാം വാക്യമൊക്കെ നമ്മൾ വായിക്കുവാൻ ഇടയാകുന്നുണ്ട്. അതുകൊണ്ട് ഈ ദിനങ്ങളിൽ ദൈവസന്നിധിയിൽ ഒരു ആത്മീക നദി നമ്മുടെ ജീവിതത്തിൽ പൊട്ടിപ്പുറപ്പെടുവാൻ, ആത്മീക ദാഹത്തോട് നമുക്ക് മുന്നോട്ട് പോകാം. എന്നാൽ ഈ വചനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹമായി മാറട്ടെ. ഈ തിരുവചനങ്ങളാൽ കർത്താവ് ദൈവം നമ്മളോട് ഒത്തിരിയും തളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ.